സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ഫൗണ്ടേഷൻ സ്റ്റോൺസ് തമ്മിൽ അടുപ്പമില്ലാത്തതുപോലെ നിൽക്കുന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആരാധനത്തില്, ദൈവശാസ്ത്രത്തില്, പാരമ്പര്യത്തില് നമ്മുടെ തനിമയിലൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സില്ലാണ്ടും അത് പഠിക്കാൻ തയ്യാറില്ലാണ്ടും നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നത് ഒന്നും നടക്കാൻ പോകുകയില്ല. യാതൊരു ആദ്യം നമ്മളുടെ സഭയ്ക്കുള്ളിലെ അകൽച്ചകൾ മാറട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ രക്ഷിച്ചു വരും. നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിച്ചാൽ, കോർ ഊനും എന്ന് ലക്ഷ്യത്തിൽ പറയുമല്ലോ, ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ, ഊന ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളെ രക്ഷിക്കുകയും നമ്മളൊരു പുത്തൻ രാഷ്ട്രീയ പാർട്ടിയെയും അനുസരിച്ച് ഒരിടത്തോട്ടും പോകേണ്ട കാര്യമില്ല. ആവശ്യക്കാരെല്ലാം ഈ സഭയുടെ കാര്യസ്ഥന്മാരുടെ അടുത്ത്, നിങ്ങളുടെ അടുത്ത്, നമ്മുടെ അടുത്ത് നിന്ന് ആവശ്യങ്ങൾ പറയും. നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കയറ്റി വെച്ച് ഇവിടെ നൂറുകണക്കിന് പാർട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ അതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ശിഥിലീകരണം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കൊണ്ട് നടക്കുന്ന ഒരു ജനമാണിത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്ത് മഹത്വമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കാനും പെരുമാറാനും സാധിക്കുന്നത്. അല്ലാതെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് കാട്ടുമൃഗങ്ങളെയും കാട്ടുപന്നിയെയും വെടിവെച്ച് പിടിച്ചു തിന്നാൻ നമുക്ക് സാധിക്കണം? ഇത് എത്ര നിസ്സാരമായ കാര്യങ്ങളാണ്. നമുക്ക് കണ്ടെത്തേണ്ട ഈശോയിലുള്ള ഐക്യം, സഭയിലുള്ള ഐക്യം, ഈ നസ്രാണി സമൂഹത്തിന്റെ ആ കരുത്ത് നമ്മൾ പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വിശാല ലോകത്തിൽ, ഈ നേഷൻ ഇന്ത്യ എന്ന ആ ഒരു വലിയ ഒഴുക്കിൽ, ആ ഒരു വിസ്താരത്തിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. വെറുതെ പൊളിറ്റിക്കൽ ജിംനാസ്റ്റിക്സ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും വെറുതെ ഇങ്ങനെ നമ്മളോരോ കുറുക്കുപടികൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്കൽ ജിംനിക്സ് എപ്പോഴും നമ്മളെ വഴി മുട്ടിച്ചിട്ടുണ്ട്. വെറും ജിംനിക്സാണ്. കരുത്തുള്ള സമുദായമായിട്ട് നമ്മൾ മാറട്ടെ. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഈ ഭാരതത്തിൽ നമ്മളുടെ കൃത്യമായ സ്ഥാനവും മഹത്വവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളിവിടെ മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരിക്ക് എല്ലാം എതിരായിട്ട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ ഈ രൂപതയുടെ ഹൃദയം പോലെ ഓടിയെത്തിയ നിങ്ങളോട് ഞാൻ നമ്മളുടെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ. നമുക്ക് വലിയൊരു പങ്ക് ഈ രാജ്യത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമുദായത്തിൽ, അതുവഴി സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ എല്ലാം നമുക്ക് നൽകാനുണ്ട്. വളരെ വളരെ വിഷമിച്ചാണെങ്കിലും നമുക്കറിയാം, KCM ഈ കാര്യത്തിൽ ഒരു മിഡിൽ പൊസിഷൻ എടുത്ത് മുൻപത്തെ കാര്യത്തിന് വേണ്ടി എങ്കിലും സംസാരിച്ചു. എളുപ്പമായിട്ട് നമുക്കറിയാം, നമ്മൾ വിപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് എതിരായിട്ട് പറയുക എന്നത് പ്രായോഗികമായിട്ട് വിഷമമാണ്. പക്ഷേ നമ്മുടെ ആരാണെന്നും നമ്മുടെ വിശാലമായ ഈ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് രാഷ്ട്രീയത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ അർത്ഥമുള്ളത് എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹാസമ്മേളനം വിളിച്ചു കൂട്ടുവാനായിട്ട് വളരെയേറെ അധ്വാനിച്ചവരാണ് സാധനങ്ങളെയും ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റു വൈദികരും സഹോദരങ്ങളും